കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സമരങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി പോലീസ്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. കാലിക്കറ്റ് സർവകലാശാലയിലെ കെട്ടിടങ്ങൾ, പരീക്ഷാഭവൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുടെ 200 മീറ്റർ ചുറ്റളവിലാണ് സമരങ്ങൾക്ക് നിരോധനം. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, എന്താണ് നിരോധനം ഏർപ്പെടുത്താനിടയായ സാഹചര്യം? അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർക്കെതിരായ SFIയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. അത് വീണ്ടും പ്രതിഷേധം തുടരുമെന്നുള്ള ഒരു സൂചന SFI നൽകുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും ഈ SFIയിൽ 9 പേരെ അവിടെ സസ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നത് വരെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു SFIയുടെ നിലപാട്. അതിനിടെയാണ് ഇപ്പോൾ തേഞ്ഞിപ്പാലം പോലീസ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഒരു ഉത്തരവാണ് വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. വിദ്യാർത്ഥി സംഘടനകൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇങ്ങനെ ഒരു നോട്ടീസ് നൽകുകയായിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയുടെ കെട്ടിടങ്ങൾ, ഒപ്പം തന്നെ പരീക്ഷാ ഭവൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുടെ 200 മീറ്റർ ചുറ്റളവിൽ സമരങ്ങൾ പാടില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിർദ്ദേശം. അങ്ങനെ ഇത് ലംഘിച്ചുകൊണ്ട് സമരം നടത്തിയാൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതും പോലീസ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നാളെ SFI വൈസ് ചാൻസലറെ കാണാൻ പോകുമെന്നുൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SFI പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സമരങ്ങൾക്ക് പോലീസ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് നന്ദഗോപാൽ നൽകിയത്.